ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചാനലിൽ സെൻസേഷനായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് കമൻസും ഒരുപാട് ഡൗട്ട്സും ഒരുപാട് കൺഫ്യൂഷൻസും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോപ്പിക് വെച്ചിട്ടാണ് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബ്രായുടെ മെഷർമെൻറ്റ്, കറക്റ്റ് ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സും ഒരുപാട് കൺഫ്യൂഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഞാൻ റിപ്ലൈ തന്നെ തന്നിട്ടില്ല, കാരണം എനിക്ക് ചെയ്ത് മടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇതാണ്. ഇനി കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ബ്രായുടെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടാവേണ്ടത് പാഡ് ഇല്ലാത്ത നോൺ പാഡഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ബ്രാ, അതും കറക്റ്റ് ഫിറ്റിൽ നിങ്ങൾക്ക് തോന്നുന്ന, ഇങ്ങനെ ഒരുപാട് ബൾജ് ചെയ്തിട്ട് ഒന്നും നിൽക്കാത്ത രീതിയിലുള്ള കറക്റ്റ് ഫിറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കയ്യിലുള്ളൊരു ബ്രായാണ് ഇട്ടിട്ട് നിൽക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ടാപ്പ് ഉണ്ടാവണം. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ചാർജറിൻ്റെ വയറോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചരട് പോലെയുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ഇങ്ങനെ സ്കെയിൽ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് വയർ ടൈപ്പ് സംഭവങ്ങളും എടുക്കാം, നാടയോ ചരടോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷറിംഗ് ടാപ്പ് ഉണ്ട്. ഇതിൽ ഇഞ്ചസ് മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ഭാഗമാണ് നമ്മൾ കയ്യിൽ എടുക്കേണ്ടത്. അപ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. നമുക്ക് ബ്രാ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 മെഷർമെൻ്റാണ് ആവശ്യം. ഒന്ന് ബാൻഡ് സൈസും രണ്ടാമത്തത് ബസ് സൈസും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ബാൻഡ് സൈസ് ആണ്. അപ്പോൾ ബാൻഡ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെഷറിംഗ് ടാപ്പ് എടുത്ത് ഇതിൽ ഇഞ്ചസും സെൻറ്റിമീറ്ററും ഒരേ ഇതിൽ തന്നെയാണ് എൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ ഇഞ്ചസ് ഇവിടെ മുകളിലുണ്ട്, സെൻറ്റിമീറ്റർ താഴെയുണ്ട്. എനിക്ക് ഇഞ്ചസ് മെഷർമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ബാൻഡ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബസ്റ്റ് ഏരിയയുടെ ജസ്റ്റ് താഴെയായിട്ട് വരുന്ന ഏരിയ ആണ്. നമ്മുടെ ഹുക്കൊക്കെ നമ്മൾ ബാക്കിൽ ഹുക്ക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടാപ്പ് എടുത്തിട്ട് ഞാനിതാ ഈ രീതിയിലാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാ എത്ര ടൈറ്റിലാണോ വേണ്ടത് ആ രീതിയിലാണ് നിങ്ങളിവിടെ ആ ഒരു ടൈറ്റ്നെസ് ആ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന രീതി ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടും പിടിക്കാൻ പാടില്ല, ഒരുപാട് ലൂസാക്കിയിട്ടും പിടിക്കാൻ പാടില്ല. കറക്റ്റ് മെഷർമെൻ്റ് ആക്കിയിട്ട് തന്നെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ എത്രയാണോ നമ്പർ വരുന്നത് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ വരുന്നത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് വരുന്നത് 32 ആണ്. അപ്പോൾ 32 ആണ് ഞാനിവിടെ ബാൻഡ് സൈസായിട്ട് എൻ്റെത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിത് മെഷർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടാപ്പിൻ്റെ ഇത് മെഷർമെൻറ്റ് വന്ന് നിൽക്കുന്നത് 32നും 33നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റിലല്ല പിടിച്ചത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് 32 എടുക്കാം. മേ ബി ഒരുപാട് നല്ല ടൈറ്റിലാണ് നിങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 33 എടുക്കാം. ഏതാണോ അടുത്തുള്ള ഹോൾ നമ്പറായിട്ട് വരുന്നത് അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ, ബാൻഡ് സൈസ് നമുക്കിപ്പോൾ കിട്ടി. ആ ബാൻഡ് സൈസിൻ്റെ കൂടെ ഇനി ഒരു 4 അല്ലെങ്കിൽ 5 ആഡ് ചെയ്യണം. ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത വീഡിയോയിൽ അതാണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിപ്പോൾ 32 ആണ് എൻ്റെ ബാൻഡ് സൈസ് കിട്ടിയിട്ടുള്ളത്, 32 ഇഞ്ചസ്. അപ്പോൾ അതിൽ 32 എന്ന് പറയുന്നത് ഒരു ഇവൺ നമ്പറാണ്. ഇവൺ നമ്പർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇവൺ നമ്പറാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇരട്ട സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 4 ആണ് ആഡ് ചെയ്യേണ്ടത്. 4ഉം ഒരു ഇരട്ട സംഖ്യയാണ്, ഇവൺ നമ്പറാണ്. അപ്പോൾ 32 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതൊരു ഇവൺ നമ്പറാണ്. അതുകൊണ്ട് ഞാൻ +4 ആണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് 33 ആണെങ്കിൽ അതൊരു ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് 5 ആണ്. 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്, ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതും പറയുന്നത് മലയാളത്തിനും ഇംഗ്ലീഷ് അറിയുന്നവർക്കും, മീൻസ് 2 ആൾക്കാർക്കും മനസ്സിലാവാൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. 4 ഇവൺ നമ്പർ, 5 ഓഡ് നമ്പർ. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് 32ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ
എൻ്റെ ബാൻഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 36-ലാണ് കിടക്കുന്നത്. അപ്പോൾ അതവിടെ അനക്കാതെ അവിടെ വെച്ചേക്ക്. ബാൻഡ് സൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് സൈസ് ആണ് അളക്കേണ്ടത്. ബസ് സൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മെഷറിംഗ് ടാപ്പ് എടുക്കുക. നമ്മുടെ ഏറ്റവും ഹൈ എൻഡായിട്ട് വരുന്നത് നമ്മുടെ ഒരു ഏരിയയുള്ള നിപ്പിൾ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും ഹൈ പോയിന്റിലൂടെയാണ് നമ്മൾ ഇത് ചുറ്റുമായിട്ട് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക. ഒരുപാട് ഇങ്ങനെ തള്ളിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കരുത്. സ്ട്രെയിറ്റ് പോസ്ചറിൽ നിൽക്കുക. അതിനുശേഷം ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടും പിടിക്കാൻ പാടില്ല, ഒരുപാട് ലൂസാക്കിയിട്ടും പിടിക്കാൻ പാടില്ല. അത് ബാൻഡ് സൈസ് എടുക്കുമ്പോഴും ബസ് സൈസ് എടുക്കുമ്പോഴും ഉള്ളതാണ്. നിങ്ങളുടെ ബ്രായുടെ കറക്റ്റ് ഫിറ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ടാപ്പ് എവിടെയും മടങ്ങിപ്പോവാതെയൊക്കെ ശ്രദ്ധിക്കണം. എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 39 ആണ്. 39 ഇഞ്ചസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ബസ് സൈസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബ്രാ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ബസ് സൈസും കിട്ടി, ബാൻഡ് സൈസും കിട്ടി. അപ്പോൾ ബസ് സൈസ് എനിക്കിപ്പോൾ 39 ആണ് കിട്ടിയിട്ടുള്ളത്, ബാൻഡ് സൈസ് 36 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഇക്വേഷൻ പോലുള്ളൊരു കാര്യമാണ്. നമ്മുടെ കപ്പ് സൈസ് കിട്ടണമെങ്കിൽ നമ്മുടെ ബസ് സൈസ് മൈനസ് ബാൻഡ് സൈസ് ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ 39 മൈനസ് 36 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ 3 ആണ് വരിക. ഇനി ഈ ഒരു 3 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് എൻ്റെ കപ്പ് സൈസ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, ഏത് കപ്പാണ് എനിക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മുന്നിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചാർട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ, മേ ബി ചിലവർക്ക് സെയിം ഇത് വന്നിട്ട് മീൻസ് ഡിഫറൻസ് 0 ആയിട്ട് വരികയാണെങ്കിൽ അത് AA എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാണ് വരിക. 1 തൊട്ട് ABC എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ 3 എന്ന് പറയുന്നത് എൻ്റെത് C കപ്പിലാണുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നമ്പർ ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പ് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ ബ്രാ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 36C ആണ് എൻ്റെ ബ്രാ മെഷർമെൻറ്റ്. എൻ്റെ കറക്റ്റ് ബ്രാ സൈസ് എന്ന് പറയുന്നത് 36C ആണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 36 പറയുന്നത് ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ള ബാൻഡ് സൈസ് ആണ്. ബസ് സൈസുമായിട്ട് ഇതിൽ ഒരു ഇതില്ല. നമ്മൾ സൈസ് പറയുമ്പോൾ അതിൽ ബസ് സൈസ് വരില്ല, ജസ്റ്റ് കപ്പാണ്. ബസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പിൻ്റെ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാൻഡ് സൈസ് നിങ്ങൾക്ക് എത്രയാണോ ആ ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് ആ നമ്പർ. എനിക്ക് കിട്ടിയത് നേരത്തെ 36 ആണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 36 എൻ്റെ 3 ആണ് ഡിഫറൻസ് വരുന്നത് മൈനസ് ചെയ്യുമ്പോൾ. ആ 3 വെച്ചിട്ട് C കപ്പാണ് വരുന്നത്. അപ്പോൾ 36C ആണ് എൻ്റെ കറക്റ്റ് ബ്രാ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറൊരു കൺഫ്യൂഷൻ എന്താണ് നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ബസ് സൈസ് മൈനസ് ബാൻഡ് സൈസ് ചെയ്യുന്ന സമയത്ത് മൈനസ് നമ്പർ എന്നൊന്നും പറഞ്ഞിട്ട് ഇനി വന്നേക്കരുത്. അങ്ങനെ ഒരിക്കലും വരില്ല. നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മേ ബി നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഇപ്പം 36 മൈനസ് 36 എന്ന് വന്നേക്കാം. അവിടുന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് അല്ല എടുക്കുന്നതെന്നാണ്. അതിന് വേറെ എന്തെങ്കിലും മെഷർമെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, മൈനസിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മെഷർമെൻറ്റിലുള്ള തെറ്റാണെന്നുള്ളത് നോക്കിക്കോളുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് കൺഫ്യൂഷൻ ആയിട്ടുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ റെഫർ ചെയ്യുക, കറക്റ്റ് ബ്രാ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. ഞാൻ മുന്നോട്ടുള്ള വീഡിയോസിൽ ഈ കറക്റ്റ് ബ്രാ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് വേറെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നോട്ടേക്ക് ഇടുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.